ഹേ ഗായ്സ്, അപ്പോൾ മോഡൽ എക്സാമിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നാണ് കിട്ടിയത്. ഇതിൽ നമ്മൾ കെമിസ്ട്രി ആഡ് ചെയ്തിട്ടില്ല, കാരണം കെമിസ്ട്രീൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വരെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർക്ക് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട അടിപൊളിയായിട്ട് പഠിക്കുകയാണ് എന്നുള്ള രീതിയിലൊന്നും ആരും വിചാരിക്കേണ്ട. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൽ വെച്ചിട്ട് നമ്മൾ അഹങ്കാരം കൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഗായ്സ്, നമുക്ക് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകാം. അപ്പോൾ 80 മാർക്സിൽ എത്രയാണെന്നുള്ളത് നോക്കാം. 80 മാർക്സിൻ്റെ സബ്ജക്റ്റുകൾ നോക്കാം. ഫസ്റ്റ് തന്നെ മാത്സ് ആണ്. മാത്സിൽ കുറവാണ്, 58 ആണ്. 58 ഔട്ട് ഓഫ് 80 ആണ്. ഒരു മാർക്ക് കൂടി ഉണ്ട്, 59 ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് മതി. അങ്ങനെ 59 ആണ് ശരിക്കും. 58 ഉണ്ട്. 58 മാർക്സ് ആണുള്ളത്. എവിടെയാണ് തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാണ്, അല്ലാണ്ട് ഇത്രപാട് മാർക്ക് കുറയില്ല. ഫസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹൈറ്റിൻ്റെ ക്വസ്റ്റനിൽ ഞാൻ 144 എഴുതുന്നിടത്ത് 44 എഴുതി. എന്നിട്ട് എനിക്ക് വല്ലാത്ത ഡൗട്ട് ഉണ്ടായിരുന്നു, ഹൈറ്റിൽ ഇങ്ങനെ സംഭവം. എന്നിട്ട് ഞാൻ റൂട്ട് 44 കഷ്ടപ്പെട്ട് സ്ക്വയറിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധ കൊണ്ടാണ് മാർക്ക് പോകുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ സോഷ്യൽ ഇംഗ്ലീഷാണ്. സോഷ്യൽ നോക്കിക്കോ. സോഷ്യൽ എന്ന് പറയുന്നത് 78 ഔട്ട് ഓഫ് 80 ആണ്. 78 കിട്ടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാർക്ക് എവിടെ പോയെന്ന് വെച്ചാൽ കുറിച്യാർ റിവോൾട്ടിൻ്റെ ആ ഒരു സംഭവമാണ്. കുറിച്യാർ റിവോൾട്ടിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം അത് ഞാൻ തീരെ പഠിക്കാത്തതായതുകൊണ്ട് തന്നെ ആ 2 മാർക്ക് അങ്ങനെ പോയതാണ്. അതിലെനിക്ക് പ്രശ്നവും ഇല്ല, കാരണം ഞാൻ ഇത്ര തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം ഈ 2 മാർക്കാണ് പോയത്. ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിന് സെയിം മാർക്കാണ്. 77.5 ഔട്ട് ഓഫ് 80 ആണ്. ഇവിടെ 77. ആ 2 മാർക്ക് എവിടെ പോയെന്ന് വെച്ചാൽ ഒരു അരമാർക്ക് പോയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമാർക്ക് ഒരു ക്വസ്റ്റ്യൻ, അത് ഗ്രാമറിന് തന്നെയാണ് മറ്റേ 2.5 മാർക്ക് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ കോംപ്രഹെൻസീവ് പാർട്ടിനും ഫുൾ മാർക്ക് തന്നെ വെച്ചിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഈ വെൻറ്റിൻ്റെ ആൻസർ എന്താണെന്ന് അറിയില്ല. ആ ഒരു വെൻ്റ് എനിക്കറിയാം, ഉറപ്പുണ്ടായിരുന്നു തെറ്റുന്നു. ഞാൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് വെൻ്റ് എഴുതി വെച്ചു. പിന്നെ വെൻറ്റും ഈ ക്വസ്റ്റ്യനും ഇവിടെ അറിയാൻ തോന്നുന്നു പോയത്. ഇത് ഫുള്ളായിട്ട് തെറ്റി, ഇവിടെ അര പോയി. അപ്പോൾ അങ്ങനെ 2.5 മാർക്ക് പോയിട്ടുണ്ട്. അങ്ങനെ 77.5 ആണ് 80 മാർക്സിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയത്. നെക്സ്റ്റ് ലാംഗ്വേജ് സബ്ജക്റ്റുകളും പിന്നെ 40 മാർക്സിലായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് ആണ്. ഞാൻ സാൻസ്ക്രിറ്റ് 40 തന്നെ ഉണ്ട്, കാരണം സാൻസ്ക്രിറ്റ് അത്ര സിമ്പിളായിട്ടുള്ള പേപ്പർ ആയിരുന്നു. 40 മേടിച്ചിട്ടില്ലെങ്കിലാണ് ഞാൻ പറയേണ്ടതെങ്കിലും. അപ്പോൾ ഈ സംഭവമായിരുന്നു. എസ്സേയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു പേപ്പറാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് മലയാളം നോക്കാം. മലയാളം നോക്കുമ്പോൾ മലയാളം 38 ആണ് കിട്ടിയത്. 38 ആണ്. എവിടെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു 8ാമത്തെ ക്വസ്റ്റിന് 1.5 മാർക്ക് ആണ് ഇട്ടത്. 2 മാർക്ക് ഓൾറെഡി ഇട്ടതായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്തിട്ട് 1 മാർക്ക് ഇട്ടാണ്. പിന്നെ നെക്സ്റ്റ് പിന്നെ ഇവിടെ 3.5 മാർക്ക്, 4 മാർക്ക് വേണ്ടത് 11th ക്വസ്റ്റിന് 3.5 മാർക്ക്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ 4 മാർക്ക് എടുത്ത് 3.5 ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് 38 മാർക്ക് കിട്ടിയത്. 38 മാർക്കാണ് ടോട്ടൽ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹിന്ദിയാണ്. ഹിന്ദിയിൽ 39.5 ആണ് നമുക്ക് കിട്ടിയത്. 39.5 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് വരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റനിൽ ലാസ്റ്റ് ദോനം ചലനേഹ എന്ന് പറഞ്ഞ ദൃഷ്ടിക സമാപ്ത സംഭവം ഞാൻ എഴുതിയിട്ടില്ല. കട്ടറിയിൽ ആ ഒരു 1/2 മാർക്കാണ് പോയത്. ബാക്കിയെല്ലാം കറക്റ്റ് മാർക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇവിടെയും കറക്റ്റായിട്ട് മാർക്ക് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പേര് സ്വപ്നമായി നമുക്ക് സയൻസ് നോക്കാം. അപ്പോൾ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിൽ കെമിസ്ട്രി പേപ്പർ കിട്ടിയില്ല നമുക്ക്. സാർ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഫിസിക്സും ബയോളജി ഞാൻ കാണിച്ചത്. ബയോളജി കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഫിസിക്സ് കാണിച്ചത്. ഫിസിക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 40 തന്നെ ആയിരുന്നു. കാരണം അത്ര സിമ്പിൾ എക്സാം ആയിട്ട് അത് നേടാണ്ടിരുന്നാൽ കാര്യമില്ലല്ലോ. സോ നെക്സ്റ്റ് ഞാനിന്ന് ഞെട്ടിപ്പോയ സംഭവമാണ്. തള്ളുന്നതല്ല, ബയോളജിയിൽ സത്യം പറഞ്ഞ എക്സാം എഴുതി ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിട്ട് ഞാൻ വിട്ട പോലെയാണ് തോന്നിയത്. പക്ഷേ ഇങ്ങനെ 40 കിട്ടിയെന്ന് അറിയില്ല. ഇവിടെ എവിടെയല്ലോ തെറ്റുണ്ട്, 4 മാർക്ക് എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നെ നോക്കുമ്പോൾ കറക്റ്റ് മാർക്ക് വരുന്നുണ്ട്. എവിടെയാണ് കൂടിയതെന്നോ കുറഞ്ഞതെന്നോ ഒന്നും എനിക്ക് തിരിയില്ല. എന്നാൽ ഞാൻ എഴുതിയതെങ്കിലും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈ മാർക്ക് കണ്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല. ഒന്നുകൂടി വൃത്തി പഠിക്കണം, ബയോളജി സെറ്റ് ആക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയോ, മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ മോഡൽ എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഞാൻ എക്സാമിൻ്റെ മാർക്ക് നമുക്ക് പേപ്പറിൽ വരുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി പഠിക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.